പ്രിയമുള്ളവരെ, നമ്മൾക്ക് എല്ലാവർക്കും ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടാകും പഠനം കഴിഞ്ഞുവല്ലോ, ഇനി എന്ത് എന്ന്. എന്നാൽ ഒരിക്കലും അതങ്ങനെയല്ല. പഠനം കഴിയുന്നിടത്താണ് പരിശീലനം ആരംഭിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെ ഒരു കഥയിലേക്ക് കൊണ്ടുപോകട്ടെ. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു ശില്പി ഉണ്ടായിരുന്നു. മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ശില്പവിദ്യ പഠിക്കുവാനായി ഒരു യുവാവ് എത്തിച്ചേർന്നു. ആ യുവാവ് മാസങ്ങളോളം അദ്ദേഹത്തിന് കീഴിൽ ശില്പവിദ്യ പഠിക്കുകയും വളരെ മികച്ച ഒരു ശില്പിയായി മാറുകയും ചെയ്തു. അങ്ങനെ പഠനത്തിന് ശേഷം ആ യുവാവ് തൻ്റെ ഗുരുവിനോടായി പറഞ്ഞു, എൻ്റെ പഠനം കഴിഞ്ഞുവല്ലോ, ഇനി ഞാൻ നാട്ടിലേക്ക് മടങ്ങട്ടെ എന്ന്. അപ്പോൾ ഗുരു പറഞ്ഞു, കഴിഞ്ഞില്ല, ഇനിയും അറിവുകൾ മികച്ചതാവണമെങ്കിൽ പരിശീലനം കൂടിയേ തീരൂ. എന്നിട്ട് 2 പാറക്കല്ലുകൾ എടുത്ത് യുവാവിൻ്റെ മുന്നിലേക്ക് വെച്ചു. ഒന്ന് എപ്പോഴും രാഗി മിനുക്കിയും അതിനെ തിളക്കമുള്ളതാക്കി തീർക്കുകയും ചെയ്തു. മറ്റേതിനെ പാടെ അവഗണിക്കുകയും ചെയ്തു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രാഗി മിനുക്കിയ ആ കല്ല് വളരെ മനോഹരമായ ഒരു ശില്പമായി മാറി. മറ്റേ കല്ല് മങ്ങിയതും പഴകിയതുമായി കാണപ്പെട്ടു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പഠനം കഴിഞ്ഞതുകൊണ്ട് മാത്രം ആയില്ല, പരിശീലനം തുടർന്നുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മികച്ചതാകാൻ കഴിയുകയുള്ളൂ. നമ്മുടെ സമൂഹത്തിലെ ഡോക്ടർമാർ, അധ്യാപകർ, അങ്ങനെ മറ്റേത് മേഖലയിലുള്ള വ്യക്തികളായാലും അവരൊക്കെ ആ മികച്ച നിലയിൽ എത്തി നിൽക്കുന്നത് അവരുടെ മികച്ച പരിശീലനം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പരിശീലനം തുടർന്നുകൊണ്ടേയിരിക്കുക. അത് നമ്മളെ മികച്ചതാക്കി മാറ്റും, യാതൊരു സംശയവുമില്ല.